അജിത്തിന്റെ സിനിമയാണോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അജിത്തിന്റെ വിളയാട്ടമായിരുന്നു. എങ്ങനെയുണ്ടോ? സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അൾട്ടിമേറ്റ് ആയിരുന്നു. എല്ലാ പാട്ടാ സൂപ്പർ. ബിജിഎം വേറെ ലെവൽ. എപ്പോ ഇട്ടാങ്ങ തൃഷ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഗുഡ് ബാഡ് അഗ്ലി ആയിരുന്നു. ഒരു മങ്കാത്തയ്ക്ക് ശേഷം ഫാൻസിന് ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമ. നല്ല പടമായിരുന്നു. സ്ക്രീൻ പ്രസൻസ് ഒക്കെ എങ്ങനെ? ഫുള്ള് അതേ ഉള്ളൂ, പുള്ളിയേ ഉള്ളൂ. தலையை வச்சு செதுக்கிட்டாரு. கடவுளே அஜித் மாஸ் படம் தலைதான். படம் ஃபுல்லா தலைதான். கடவுளே அஜித் நல்ல പടം. ഞാൻ മലയാളിയാണ്. നമ്മളെ മങ്കാത്തയ്ക്ക് ശേഷം ഇതുപോലൊരു പടത്തിനായിട്ടാണ് അജിത് ഫാൻസ് കാത്തിരുന്നത് ഉള്ളതാണോ? സെലിബ്രേഷൻ ചെയ്യാനായിട്ടുണ്ട് ഇതില്. സെലിബ്രേഷൻ ചെയ്യാനേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് സസ്പെൻസ് ഉണ്ട്. കിടിലൻ പടമാണ്, കണ്ടിരിക്കേണ്ട പടം. അജിത്ത് മെയിനായിട്ട് തല ഫാൻസ് കണ്ടിരിക്കേണ്ട പടമാണ്. സൂപ്പർ പടം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കോംപ്ലിക്കേഷൻ തോന്നിയിട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. കുറച്ച് പഴയ സീക്വൻസ് ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. அது டேரக்டர் பில்லியன்ஸ் அது பொழிச்சு அது சூப்பராக நல்லா இருக்கு. பரவாயில்ல. ஒருத்தர் இருக்கு. ஒருத்தர் இருக்கு. அவரோட கேரக்டருக்கு அவர் வயசுக்கு சூப்பர் படம். நல்லா இருக்கு. ஒருத்தர் சூப்பர் சூப்பர். அவங்க நார்மலாக அவங்க எப்பவும் எப்படி இருப்பாங்களோ அப்படி இருப்பாங்க. ஆனால் சூப்பர். எது ஆக்ஷன் கிங்கு. ஆக்ஷனில் பயங்கரமாக இருக்குது. பரவாயில்ல. சூப்பர். தலை எப்பவும் தலை தான். அது இந்த தலை போகாது. தலை எப்பவும் தலை தான். சரி ரைட். தலை அசரே தலையை என்றைக்கும் அசைக்கவும் முடியாது. அவருக்கு இல்லி വരും. കൺഫേം വരും. ഫാൻസുകാർക്ക് നൈസാണ്. അതെ, ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലത്ത് തന്നെയാണ്. അടിപൊളിയാണ്. ബിജിഎം എല്ലാവരും കൊള്ളാം. നൈസാണ്. മലയാളി കുറച്ചൊരു നായകന്മാരൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അവരൊക്കെ അടിപൊളിയാണ്. പ്രിയവരെ കുഴപ്പമില്ല. അജിത്തിന്റെ ഫുൾ ഷോ തന്നെയാണോ? ഫുൾ ഷോ തന്നെയാണ്. കുഴപ്പമില്ല. പലരും പറഞ്ഞു മങ്കാത്തയ്ക്ക് ശേഷം അജിത്തിന്റെ ഒരു കാണാൻ കുറച്ചൊരു 100% എന്റർടൈൻമെന്റ് ആണ്. ഫുൾ ടൈം എന്റർടൈൻമെന്റ് തന്നെ. അജിത്ത് സൂപ്പറാണ്. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത് മാരകമാണ്. പുള്ളിക്ക് അതേപോലെ ഏത് ലുക്കും പുള്ളിക്ക് ചേരുന്നുണ്ട്. പിന്നെ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇത് പെട്ടെന്നൊന്ന് സംഭവം കൈവിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവം ഉള്ളൊരു സിനിമയാണ്. എന്നാലും സംവിധായകൻ അതിൻ്റെതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ബിജിഎം എന്ന് പറഞ്ഞാൽ തീർത്ത് കത്തിക്കുകയാണ്. അങ്ങനത്തെ ബിജി സിനിമ അജിത്തിന്റെ പടം എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു?